പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, കൈകാലത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സഭാമാതാവ് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെ, 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ആഴ്ചയിൽ കണ്ണുണ്ടായിട്ടും കാണാതെ അന്ധരായിരുന്ന ഫരീസിയരുടെയും നിയമജ്ഞരുടെയും ആധ്യാത്മിക കാപട്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥാപശ്ചാത്തലമാണ്. ജന്മനാ അന്ധനായ ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്ന വചനഭാഗമാണ്. കൂടാരത്തിരുന്നാളിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിക്കുന്നത്. ഈശോ ജെറുസലേമിലെ കൂടാരത്തിരുന്നാളിനായിട്ട് കടന്നു വരുമ്പോൾ ഫരീസിയരും നിയമജ്ഞരും യേശുവിനെ എതിർക്കുകയും യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. യോഹന്നാൻ 8:12 നമുക്ക് സുപരിചിതമായ വചനഭാഗമാണ്. ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. തുടർന്ന് 9-ാം അധ്യായത്തില് ഇതിനെ അടിവരയിട്ടുകൊണ്ട് ഈശോ ഒരു ജന്മന അന്ധനായ വ്യക്തിക്ക് സൗഖ്യം കൊടുക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ലോകത്തിന്റെ പ്രകാശമാണ്. ഇരുളിൽ വസിച്ചിരുന്നവർക്ക്, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്നവർക്ക്, സഹനത്തിന്റെ നടുവിൽ ജീവിച്ചിരുന്നവർക്ക് ആശ്വാസമായും പ്രകാശമായും നമ്മുടെ മുൻപിൽ ഉദിച്ചുയർന്ന താരമാണ് നമ്മുടെ ഈശോ എന്നുള്ള ബോധ്യത്തില് ആഴപ്പെടാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യഹൂദരുടെ ചിന്താരീതി അനുസരിച്ച് ഒരു വ്യക്തിയുടെ സഹനങ്ങളെല്ലാം അവന്റെ പാപത്തിന്റെ പരിണത ഫലങ്ങളാണ് എന്നാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകത്തിൽ ഇതേ ഒരു ചിന്ത തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ദൈവകൽപ്പനകളിൽ എണീക്കുമ്പോൾ ദൈവത്തിൽ നൽകുന്ന വിഗ്രഹാരാധനയിലേക്കും കൽപ്പനകളിലെ അവിശ്വസ്തതയും 3-4 തലമുറ വരെ ശിക്ഷിക്കുമെന്നും പറയുന്ന കാഴ്ചപ്പാട് ഈശോയുടെ കാലഘട്ടത്തിലും കാണാനായിട്ട് സാധിക്കും. എല്ലാ പാപങ്ങളുടെയും പരിണത ഫലമാണ് ഒരു വ്യക്തി അനുഭവിക്കുന്ന സഹനങ്ങളെന്ന് യഹൂദർ മനസ്സിലാക്കുമ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് എല്ലാ സഹനങ്ങളും നമ്മുടെ പാപത്തിന്റെ പരിണത ഫലങ്ങളല്ല എന്നാണ് ഈശോ പറയുന്നത്. സുവിശേഷത്തിലെ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഇവന്റെ അന്ധത ആരുടെ പാപ നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെ? നമ്മുടെ ജീവിതത്തിലെ അവിചാരിതമായി കടന്നു വരുന്ന സഹനങ്ങള്, വേദനകള് ഒക്കെ നമ്മുടെ പാപത്തിന്റെ പരിണിത ഫലമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാം അത് ദൈവം അനുവദിക്കുന്നതാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കും. പരീക്ഷയിൽ തോറ്റുപോകുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു അസുഖം വരുമ്പോൾ അതെല്ലാം നമ്മുടെ പാപത്തിന്റെ പരിണിത ഫലമാണെന്ന് ചിന്തിക്കുന്ന കുറേ വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. സഹനങ്ങളെല്ലാം ദൈവത്തിന്റെ കൃപകളാണ്, അനുഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരിക്കലും ഒരു നാട്ടിലെ ഒരു അന്ധയാചകൻ, അദ്ദേഹത്തിന്റെ ജന്മദിനം അടുത്തു വരികയാണ്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പൊ സമ്മാനം കൊടുക്കുമ്പോൾ അവർ ആലോചിച്ച് തീരുമാനിച്ച് കണ്ടുപിടിച്ചാണ് ഒരു റാന്തൽ വിളക്ക്. എന്തിനാണ് ഒരു അന്ധന് റാന്തൽ വിളക്ക് കൊടുക്കുന്നത്? ഇതേ ചോദ്യം തന്നെയാണ് ഈ സമ്മാനം കിട്ടിയപ്പോൾ ഇത് റാന്തൽ വിളക്കാന്ന് മനസ്സിലാക്കിയപ്പോൾ അന്ധൻ ഈ സുഹൃത്തുക്കളോട് ചോദിക്കുന്നു. അപ്പോ തിരിച്ച് സുഹൃത്തുക്കൾ പറയുന്നത്, ഇത് ഈ വെളിച്ചം കണ്ട് ഈ ഒരു അന്ധനാണെന്ന് മനസ്സിലാക്കി ആരും നിന്നെ യാത്രകളിൽ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരിക്കൽ അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ ഈ കെടാവിളക്കും പിടിച്ച് അദ്ദേഹം യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈക്കിൾകാരൻ വന്ന് അദ്ദേഹത്തിന്റെ ദേഹത്തുമുണ്ട്. അപ്പോൾ ഈ അന്ധൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കാണുന്നില്ലേ ഈ റാന്തല്? ഞാൻ ഒരു അന്ധനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അപ്പോൾ തിരിച്ച സൈക്കിൾക്കാരൻ പറയുന്നുണ്ട്, താങ്കളുടെ റാന്തൽ
റാന്തൽ കത്തുന്നില്ല. പലപ്പോഴും നമ്മുടെ കയ്യിൽ ഈ റാന്തൽ നൽകിയിട്ടുണ്ട്, വെളിച്ചത്തിന്റെ ഈ റാന്തൽ. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് കത്തിക്കാറില്ല, മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിപ്പിക്കാറില്ല. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം. നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങള്, കൃപകള് ഇത് നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നില്ലെങ്കിൽ അവയെല്ലാം ഈ അന്ധന്റെ കയ്യിൽ ലഭിച്ച റാന്തൽ വിളക്കുകളെ പോലെയാണ്. നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം പുറത്തേക്കും പ്രകാശിക്കട്ടെ. ഈശോ പറഞ്ഞല്ലോ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അത് അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു. ഈ 2000 വർഷവും ആ വിളക്ക് കെടാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വിളക്കിൽ നിന്നാണ് നമ്മളെല്ലാവരും പ്രകാശം സ്വീകരിക്കുന്നത്. നിത്യപ്രകാശമായ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈ പ്രകാശത്തിൽ മുന്നേറാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ യാചിക്കാം. ഈ വിശുദ്ധ കുർബാന വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ ഞങ്ങളെ നയിക്കണമെന്ന് ഈശോ മിശിഹായെ